റൈസിംഗ് ബാഡ്ജിന് പുതിയ അവകാശികൾ വന്നിട്ടുണ്ട്. നിലവിൽ ആരുടെയൊക്കെ കയ്യിലാണോ ഇരുന്നത് അതിനകത്ത് ആര്യന്റെ കയ്യിൽ അത് സ്ട്രോങ് ആയിട്ട് തന്നെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ആര്യൻ അതൊരു വാശിയോടുകൂടി ഈ സാധനം ഞാൻ ആർക്കും കൊടുക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗെയിം കളിച്ചു. അത് ആര്യന്റെ കയ്യിൽ തന്നെയാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു 3ാമത്തെ തവണയാണ് ഈ റൈസിംഗ് ബാഡ്ജ് മത്സരം നടക്കുന്നത്. എന്നിട്ടും ആര്യൻ അത് വിട്ടുകൊടുക്കാതെ തുടരുന്നുണ്ട്. ബാക്കി 2 ബാഡ്ജുകളും ആദ്രാനൂറയുടെ കയ്യിൽ നിന്നും പോയി, നെവിന്റെ കയ്യിൽ നിന്നും പോയി. അത് മാത്രമല്ല ജിസേലിനെ കുറിച്ചിട്ടുള്ള മേക്കപ്പ് ചർച്ചകളാണ് വീടിനകത്ത് നടക്കുന്നത്. ഒരു വമ്പൻ അടി പൊട്ടാനായിട്ട് തുടങ്ങുകയാണ്. എന്താണ് ലൈവിൽ നടക്കുന്ന സംഭവങ്ങൾ? രാവിലെ 6 മണി മുതൽ 10 മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റോടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. രാവിലെ തന്നെ പതിയെ എല്ലാവരും എഴുന്നേറ്റ് തുടങ്ങുന്നു. 8 മണിയാകുമ്പോൾ മോർണിംഗ് സോങ് ബനാനെ ഒരു പൂ തരാമോ, അതാണ്. അതിനുശേഷം അനുമോള്, ഷൈത്യ, ആദില നൂറ ഇവരൊക്കെ ജിസേലിന്റെ കേസാണ് സംസാരിക്കുന്നത്. ജിസേൽ രാവിലെ എങ്ങോട്ട് പോയി, ഇവളുടെ അടുത്ത് സാധനങ്ങൾ ഒളിപ്പി, ഇവള് ലിപ്സ്റ്റിക്ക് പോലത്തെ, ഇവള് ബീട്രൂട്ട് ഒന്നും അല്ല ഇടുന്നത്, ഇവൾ എന്തൊക്കെയോ ഇനി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഫൗണ്ടേഷൻ ആണത്, കൺസീലർ ആണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനുവും ഷൈത്യയും കൂടി. ഇവർക്ക് പ്രശ്നം ആക്ച്വലി ജിസേൽ മേക്കപ്പ് ഇടുന്നവരല്ല, എല്ലാവരും ഈ എത്ര തവണ റൂള് തെറ്റിക്കുന്നുണ്ട്. അപ്പൊ ഈ റൂള് തെറ്റിക്കാൻ പാടില്ല എന്നൊരു ഉദ്ദേശത്തിലാണ് അനുവും ഷൈത്യയും ആദില നൂറയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ആദില പറയുന്നത്, ഇന്നലെ അവള് നമ്മുടെ അടുത്ത് പറഞ്ഞതൊക്കെ കള്ളമാണ്. അവൾ എൻ്റെ അടുത്ത് പിന്നീട് പറഞ്ഞിരുന്നു, നിങ്ങൾ എല്ലാവരുടെ കൂട്ടത്തിൽ നിന്ന് എന്നെ മനഃപൂർവ്വം ചോദിച്ചതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ആര്യന്റെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട്, അതാണ് ഞാൻ എടുത്തിട്ടത്, അപ്പൊ അത് ഞാൻ എടുത്തിട്ടതാണ് എന്ന് പറഞ്ഞ് സമ്മതിച്ചു. അപ്പൊ നമ്മളടുത്ത് ഇന്നലെ അവൾ പറഞ്ഞതോ അനുയോഗിക്കണം. അപ്പൊ നമ്മുടെ അടുത്ത് ഇന്നലെ അവൾ പറഞ്ഞതോ പൊട്ടറ്റോ തയ്ച്ചു, സവാള തയ്ച്ചു എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ കള്ളമാണ്. എല്ലാവരും കൂടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ പറയൂല. ഒറ്റയ്ക്ക് ആരെങ്കിലും വന്നിരുന്ന് ചോദിച്ചെങ്കിൽ പറഞ്ഞു, പിന്നെ നിനക്ക് അവളുടെ അടുത്ത് ദേഷ്യം എന്നാണ് അവൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്നാണ് അനുവിൻ്റെ അടുത്ത് ഈ ആദില പറയുന്നത്. അപ്പോഴത്തേക്കും അനു പറയണം, എനിക്കൊന്ന് ദേഷ്യം, ബിഗ് ബോസ് റൂൾ തന്നു, നമ്മളെല്ലാവരും അത് അനുസരിക്കുന്നുണ്ട്, നമ്മളെല്ലാവരും അതുപോലെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കേസിൽ അതുമാണ് ഞാൻ അങ്ങനെ എതിർക്കാൻ കാരണം എന്ന് പറഞ്ഞു. പിന്നീട് ജിസേൽ കുറച്ച് കഴിഞ്ഞ് റൂമിനകത്ത് നോക്കി എല്ലാവരും ചെറഞ്ഞിട്ട് പോകുന്നുണ്ട്. ആരെങ്കിലും ഒക്കെ സാധനം എടുക്കുന്നുണ്ടോ, പരിശോധിക്കുന്നുണ്ടോ, വെക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് തിരിച്ചു പോകുന്നുണ്ട്. ദെൻ കിച്ചണിലെ സ്വാഭാവികമായിട്ടുള്ള അനീഷുമായിട്ടുള്ള ചില ചെറിയ വിഷയങ്ങളും തർക്കങ്ങളൊക്കെ ആയിട്ട് കിച്ചൺ അങ്ങനെ മുന്നോട്ട് പോയി. കിച്ചൺ മുന്നോട്ട് പോകുമ്പോഴത്തേക്കുമാണ് നമ്മുടെ ബിഗ് ബോസ് അടുത്ത മോർണിംഗ് ടാസ്കുമായിട്ട് എത്തുന്നത്. മോർണിംഗ് ടാസ്ക് വേറൊന്നുമല്ല, പകൽ കൊള്ള. ഈ റൈസിംഗ് ബാഡ്ജ് കൈമാറാനുള്ള സമയമായി. 3 റൈസിംഗ് ബാഡ്ജും എന്ത് ചെയ്യണം, ഗാർഡൻ ഏരിയയിൽ ഒരു പോഡിയം ഉണ്ട്, ആ പോഡിയത്തിൽ കൊണ്ടുവയ്ക്കണം. എന്നിട്ട് വലിയ വൃത്താകൃതിയായിട്ട് എല്ലാവരും കൂടെ ഇങ്ങനെ ചുറ്റും നിന്നിട്ട് ബസർ അടിക്കുമ്പോൾ ഓടിപ്പോവുക, എടുക്കുക. ഫസ്റ്റ് ബസർ ടു സെക്കൻഡ് ബസറാണ്. അപ്പോൾ ആ ബസർ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അവർക്കാണ് ബാഡ്ജ് കിട്ടുന്നത്. പുതിയ ബാഡ്ജിന്റെ അവകാശികൾ അവരാണ്. പിന്നെ അത് മാത്രമല്ല, ഈ പറയുന്നത് പോലെ ഈ ബാഡ്ജ് കിട്ടുന്നവർക്ക് സാധനങ്ങൾ വരും, പഴയ ബാഡ്ജ് ഇരിക്കുന്നവരുടെ സാധനങ്ങൾ തിരിച്ച് പറഞ്ഞു വേണ്ടി വരും. പക്ഷെ ലാലേട്ടൻ വീക്കെൻഡിൽ വന്ന് പറഞ്ഞിട്ട് പോയി, നിങ്ങൾ പേടിക്കണ്ട, ഇനി നിങ്ങളുടെ ബാഡ്ജ് ആരും എടുക്കില്ല ഒരാഴ്ചത്തേക്ക് എന്നാണ്. ഇതിപ്പോൾ 4 ദിവസമേ ആയിട്ടുള്ളൂ, ബാഡ്ജ് എടുത്തു. അപ്പോൾ അതാണ് ഞാൻ ആലോചിക്കുന്നത്, ഇത് എന്തൊക്കെ റൂളുകളാണോ, പുതിയ റൂളുകളും ചിട്ടകളൊക്കെ വരുന്നു. ഭയങ്കര വലിയ ടാസ്ക് ഒന്നും അല്ല, ഒരു നിസാര ടാസ്ക് ആണ്. അപ്പം നെവിന്റെ ബാഡ്ജ് കാണാനില്ല, അങ്ങനെ ബിഗ് ബോസ് ഒരു ബാഡ്ജ് കൂടെ കൊടുക്കുന്നു. അങ്ങനെ ബാഡ്ജ് വെച്ച് ആദ്യം തന്നെ എല്ലാവരോടും ഓടിപ്പോയി ബസറടിക്കുമ്പോഴത്തേക്കും എടുത്തുന്നു. ആര്യന്റെയും ജിസേലിന്റെയും ഷാനവാസിന്റെയും കയ്യിലാണ് ബാഡ്ജ് കിട്ടുന്നത്. ജിസേൽ എനിക്ക് കിട്ടി, എനിക്ക് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ടതിൽ നടക്കുന്നു. ബിഗ് ബോസ് ലിവിംഗ് റൂമിൽ വിളിച്ചിട്ട് ആര്യൻ, ഷാനവാസ് അഭിനന്ദനങ്ങൾ. അപ്പം അയ്യോ ബിഗ് ബോസ് ജിസേലും ഉണ്ട്, എല്ലാവരും ജിസേലും ഉണ്ട്. ജിസേലിന്റെ സാധനങ്ങളും ലഗേജുകളും എല്ലാം ശ്രീ മോഹൻലാൽ വീക്കെൻഡിൽ കൊടുത്തയച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജിസേലിന് ഇത് ഉപയോഗിക്കാൻ കഴിയില്ല, വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ ബിഗ് ബോസ് പറയുവാണ്. അങ്ങനെ എല്ലാവരും അയ്യോ എനിക്കിതാ, അപ്പാൻ പറഞ്ഞു എനിക്കിതാ, അടുത്ത് ആദിലോട് പറയാം നമുക്കിതാ, നെവിൻ പറയുന്നത് എനിക്കിതാ. അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് എല്ലാവരും കൂടെ അഭിശ്രീക്ക് കൊടുക്കുക. അഭിശ്രീക്കല്ലേ വയ്യാത്ത, അവന് സോക്സ് ഒക്കെ എടുക്കാനുള്ളതല്ലേ. അവിടെ ഒരു സഹതാപത്തിന്റെ സാധനം എല്ലാവരും ഈ പറയുന്ന അഭിശ്രീയുടെ അടുത്ത് കാണിച്ചു. പക്ഷെ അന്നേരം നിങ്ങൾ അഭിശ്രീയുടെ ഫേസ് ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാം, അഭിശ്രീ വേണമെന്ന് പറയുന്നില്ല. അഭിശ്രീ ഇവിടെ സഹതാപത്തിന്റെ തരുമ്പോൾ അഭിശ്രീ മൈൻഡ് പോലും ചെയ്യാതെ ഇരിക്കുകയാണ്. കാരണം അഭിശ്രീ ആദ്യമേ പറയുന്ന ഒരു സാധനമുണ്ട്, എനിക്ക് സഹതാപം വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും അഭിശ്രീക്ക് കൂടും എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി ആബിക്ക് കൊടുത്തു. അപ്പോൾ അഭിശ്രീ മൈൻഡ് പോലും ചെയ്യാതിരിക്കുകയാണ്. ജിസേൽ പെട്ടെന്ന് ഓടിപ്പോയി അഭിശ്രീക്ക് കൊണ്ട് കൊടുത്ത് കെട്ടിപ്പിടിച്ച് അങ്ങനെ അഭിശ്രീക്ക് ബാഡ്ജ് കിട്ടുവാണ്. ബാഡ്ജ് ഇപ്പം ആര്യൻ്റെയും ജിസേലിൻ്റെയും അഭിശ്രീയുടെയും ഷാനവാസിൻ്റെയും കയ്യിലാണ് ഉള്ളത്. അതിനകത്ത് ഈ പറയുന്ന ആര്യനത് കണ്ടിന്യൂസ് ഫസ്റ്റ് ആ റൈസിംഗ് ബാഡ്ജിൽ നടന്ന ടാസ്ക് വീട്ടിൽ കയറുന്നതിന് മുമ്പ് അവിടെ നിന്ന് കൊണ്ടുവന്നു. വീട്ടിനകത്ത് വന്ന് അടിപിടി നടന്നിട്ടും അത് കാത്തു സൂക്ഷിച്ചു. അതിനുശേഷം ഡിബേറ്റ് വന്നു, അതിൽ വെച്ചു.
അങ്ങനെ കുറേ ഇൻസിഡൻസിൽ ഈ പറയുന്ന ആര്യൻ അത് കീപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇപ്പോഴും ആര്യൻ്റെ കയ്യിലാണ് ഈ സാധനം ഇരിക്കുന്നത്, ബാഡ്ജ്. അത് കൊള്ളാം കേട്ടോ, ഒരാൾ തന്നെ അത് കൈയടക്കി വെച്ച്. ആര്യൻ ഈ ടാസ്ക് പറഞ്ഞപ്പോഴേ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. നമുക്ക് നോക്കാം. പിന്നെ ഇതിന് ശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിക്കാനായിട്ട് വന്നിരിക്കുന്നുണ്ട്. റനയും ഷാനവാസും കൂടെ ചെറുതായിട്ടൊന്ന് കൊരിക്കുന്നുണ്ട്. ഇന്നലെ ഷാനവാസ് കിച്ചണിൽ നിന്നപ്പോഴത്തേക്കും റന പ്ലേറ്റും കൊണ്ട് വന്നപ്പോൾ ഞാൻ കഴുകി തരാമെന്ന് പറഞ്ഞപ്പോൾ ഫേവറേറ്റിസം കാണിക്കുന്നു എന്ന് പറഞ്ഞൊരു സാധനം റന അവിടെ എടുത്തിട്ട് ചർച്ചയാവുന്നുണ്ട് ആ വിഷയം. നമുക്ക് നോക്കാം ഇനി ബാക്കി ലൈവിൽ എന്താണ് നടക്കുന്നത്. ഇനിയാണ് ഒരു അടി പൊട്ടാനായിട്ട് അവിടെ കിടക്കുന്നത്. ഏതാണ്ട് ജിസേലിൻ്റെ മേക്കപ്പ് വിഷയങ്ങളൊക്കെ ഏതാണ്ട് ഒതുങ്ങി. ജിസേൽ ഇപ്പോൾ പറയുന്നത് ഞാൻ ജയിച്ചല്ലോ, എനിക്ക് അടി മതി, എനിക്ക് മേക്കപ്പ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നാച്ചുറൽ മതി, ഞാൻ ജയിച്ചല്ലോ, എനിക്കല്ല ഇത് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. വേറെ ലൈവ് അപ്ഡേറ്റിൽ വേറെ അങ്ങനെ വലിയ രീതിക്കൊന്നും പറയാനായിട്ടൊന്നും ഇല്ല. ഇത് 10 മണി വരെ 10:45 വരെ ഉള്ളതാണ് കേട്ടോ. 6 മണി മുതൽ 10:45 വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആണ്. വേറെ സംഭവങ്ങൾ ഒന്നുമില്ല. രേണുസുതി പഴയതുപോലെ മാപ്പ് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. അത് രേണുവിന് തന്നെ നെഗറ്റീവ് ആവും. അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റോട് ഞാൻ വരാം. അതുവരേക്കും ബൈ.